പത്തരമാറ്റിലെ പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശിൻ്റെ നന്മയ്ക്ക് വേണ്ടി വഴിപാടൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുത്തശ്ശി പറയാണ്, ഇങ്ങനെ ഇപ്പോഴും ആദർശിനോട് ആ സ്നേഹം ഉള്ളിലുള്ള കാര്യം ആദർശം കൂടെ അറിഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു വാശിയോ അല്ലെങ്കിൽ അവന് ഈ പ്രതിസന്ധി കടന്നു വരണമെന്നുള്ള ഒരു വാശിയോ ഉണ്ടാവത്തില്ല എന്ന് മുത്തശ്ശി പറയുകയാണ്. അവൻ്റെ തകർച്ച നമ്മുടെ കുടുംബത്തിൻ്റെയും അതുപോലെ ബിസിനസ്സിൻ്റെയും തകർച്ചയാണെന്ന് മുത്തശ്ശിയോട് പറയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മനസ്സ് നീ ഒരിക്കലും ആദർശിനോട് പറയാനിരിക്കല്ലേ എന്ന് മുത്തശ്ശിയോട് പറയാണ്. അപ്പോഴാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. കൂടെ നയനയുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ അവർ രണ്ടുപേരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആദർശനും അതുപോലെ നയനയ്ക്കും മുത്തശ്ശിയും കാണുമ്പോൾ സന്തോഷമായിട്ട് ഓടി വരുന്നുണ്ട്. അപ്പം ഓടി ആദർശ് മുത്തശ്ശിയുടെ അടുത്തോട്ട് വരികയാണ്. മുത്തശ്ശി അന്നേരം ഭയങ്കര സന്തോഷത്തോടെ ആദർശിൻ്റെ അടുത്ത് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആണ്. മുത്തശ്ശി വിഷമിക്കേണ്ട, ഇതൊക്കെ സാധാരണ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇടയ്ക്ക് എല്ലാവർക്കും ബിസിനസ്സിലൊരു തകർച്ച ഉണ്ടാവും, അതുപോലെ മാത്രം കണ്ടാൽ മതി, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനെ നോക്കി മുത്തശ്ശാന്ന് വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എനിക്ക് വീട്ടിൽ നിന്ന് ആരുടെയും അനുവാദമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയവരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ആദർശിനും അതേപോലെ നയനയ്ക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ്റെ മനസ്സ് എന്തുവാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് മുത്തശ്ശി അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നയനയ്ക്കും ആദർശിനും ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇതിന് ശേഷം ആദർശാണെങ്കിൽ അബിയെ കാണുന്നുണ്ട്. അബിയെടുത്ത് ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നീ കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറി വഴി കൈമാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അത് നന്ദ് കണ്ടുപിടിക്കുകയും ചെയ്ത്. അവിടെയുള്ള കള്ളന്മാരെയും നന്ദ് കണ്ടുപിടിച്ചു. പക്ഷേ അവരിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പുറകിൽ മറ്റാരൊക്കെയോ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരൊക്കെയാണെന്ന് അബി ചോദിക്കുകയാണ്. അബി പറയുമോ ആരൊക്കെയാണെന്ന്? ആദർശ് പറയാണ്, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, ആരാന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അബി എടുത്ത് പറയുന്നുണ്ട്. അപ്പം അബിക്ക് ചെറിയ ടെൻഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനൊന്നുമില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദർശിന് അബിയെ നല്ല സംശയമുണ്ട്, മറ്റാരൊക്കെയോ പുറകിലുണ്ടെന്ന് ആദർശിനൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് നേരെ കാണാൻ പോയത് കിരണിനെയാണ്. കിരണിനോട് ബിസിനസ് കാര്യങ്ങളെല്ലാം ആദർശ് പറയാറുണ്ടല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിസിനസ്സിൻ്റെ തകർച്ചയും അബിയെ സംശയമുള്ള കാര്യം, ഇതിൻ്റെ പുറകിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്നൊക്കെ ഉള്ള സംശയങ്ങൾ ആദർശാണെങ്കിൽ കിരണിനോടും പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നേരായ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കള്ളനെ കണ്ടെത്താൻ പറ്റത്തില്ല, വളഞ്ഞ വഴി ഉപയോഗിക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയാണ്, അങ്ങനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ നമ്മൾ നേരായി പോയത് കൊണ്ട് മറ്റുള്ളവരെല്ലാം നേരായി തന്നെ ചിന്തിക്കണമെന്നില്ല, വളഞ്ഞ വഴി സ്വീകരിച്ചാലും ഇതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് ആദർശിൻ്റെ അടുത്ത് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ അവർ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.